വെൽക്കം ടു ഗൈസ്. നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോയിൽ ഫസ്റ്റ് വൺ ഇതാട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. നമുക്ക് ഡെയിലി യൂസ് പറ്റത്തില്ല, ഞാനത് എടുത്ത് പറയുന്നത്. നമുക്ക് സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണ്ട് ഇമിറ്റേഷൻ അല്ലേ, സ്ഥിരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തിന് കിടക്കത്തില്ല. നമുക്ക് ചിലർക്ക് കിട്ടാറുണ്ട്, പക്ഷെ നമ്മളങ്ങനെ പറയുന്നില്ല. എല്ലാവർക്കും കിട്ടുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് സെറ്റായിട്ട് വരുന്ന മോഡലാട്ടോ, പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വരുന്ന മോഡലാണ്. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. AD സ്റ്റോൺ തന്നെ, പക്ഷെ ഭയങ്കര റേറ്റ് വരത്തില്ല. കാരണം AD തന്നെ സ്റ്റോണിൽ തന്നെ ഭയങ്കര ഡിഫറൻസിൽ വരുന്നുണ്ട്. കാഴ്ചയ്ക്ക് അതുപോലെ തന്നെ ഇരിക്കുമെങ്കിലും ചെറിയ ചെറിയ റേറ്റ് ഡിഫറൻസിൽ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെന്തായാലും ഭയങ്കര റീസണബിൾ ആട്ടോ. പ്രൈസ് വൈസ് നോക്കുമ്പോഴത്തേന് ഭയങ്കര റീസണബിൾ. കാരണം നമുക്കിത് മാലയും കമ്മലും കൂടെ സെറ്റിന് ചെറിയ പ്രൈസേ വരുന്നുള്ളൂ, 600 സംതിങ് രൂപയുള്ള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെയിൻ, നൈസായിട്ടുള്ള ചെയിനാണ് കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്ഥിരം ഉപയോഗിക്കരുത് കേട്ടോ. നമുക്ക് ആ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാവുള്ളൂ. ഫംഗ്ഷനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് അങ്ങ് ഒരു കവറിൽ, അല്ലെങ്കിൽ ഒരയാതിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ടൗലിൽ വല്ലതും എടുത്ത് പൊതിഞ്ഞ് വെച്ചാലും ഒത്തിരി ഒരയാതെ ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഒത്തിരി വേർപ്പോട് കൂടി വെച്ചിരിക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും പ്രശ്നമില്ല, ചിലർക്ക് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകുന്നവരുണ്ട്. ചിലപ്പം വൺ ടൈം യൂസ് കൊണ്ട് തന്നെ ചിലരെ പോകുന്നവരുണ്ട്. അപ്പം അത് അവരുടെ ബോഡി ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഒക്കെ ഡിഫറൻസ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു തന്നെയാണ് തരുന്നത് കേട്ടോ. ഡെയിലി ഇടാൻ പറ്റത്തില്ല, എല്ലാവർക്കും പറ്റത്തുമില്ല. കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ നമ്പർ വരുന്നത് P313, റേറ്റ് 690 മാത്രമേ ഉള്ളൂ, 69. നമുക്ക് രണ്ടാമത്തെ ഐറ്റം ക്രിസ്റ്റൽസിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മാലയാട്ടോ. നല്ല ക്രിസ്റ്റലാണ്, ഇതിന് ഇച്ചിരി റേറ്റ് ഉള്ള ക്രിസ്റ്റലാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷനും നല്ല, നമുക്ക് സാരിയുടെ കൂടെ നല്ലതാണ്. ഇതിന് ചെയിനും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 പിടി ഇതാ ഈ ഒരു ഇറക്കത്തിലൊക്കെ നിൽക്കാൻ പാകത്തിനാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇതിലും കൂടുതൽ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചെയിൻ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ്. ഇതൊരു നമ്മുടെ ഒപ്പാക് കളറില്ലേ, ഗ്രീൻ്റെ ഒപ്പാക് ഷെയ്ഡും പിന്നെ റൂബി കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞ ക്രിസ്റ്റൽ ഇത് കൂടിയ ക്രിസ്റ്റലാണ് ഇത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആ ഒരു ലൈറ്റായിട്ട് ഇടയ്ക്കൂടെ ഒന്നിടവിട്ടെല്ലാം ഇതിൻ്റെ ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗോൾഡൻ ബീഡ്സിന് വലിയ പ്രശ്നമില്ല. പിന്നെ ഓരോ മാല നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് കളറിൻ്റെ ഇതൊക്കെ നമുക്ക് ആ ഒരു ഇത് പറയാൻ പറ്റും. പക്ഷേ ഇതിന് അങ്ങനെ വലിയ പ്രശ്നം വരത്തില്ല. കാരണം ഗോൾഡൻ ബീഡ്സ് നമ്മുടെ മെയിൻ ബീഡിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ഡാമേജ് ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതില്ലേ അകത്തോട്ടായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ബീഡ്സ് ഉള്ളതാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഗോൾഡുമായിട്ട് നമുക്ക് ആ ഒരു ബോഡി അങ്ങനെ ടച്ച് വരുന്നില്ലല്ലോ. പിന്നെ ബാക്ക് ചെയിൻ നിങ്ങൾക്ക് എന്തെങ്കിലും കളറിൻ്റെ ഇതുണ്ടെങ്കിൽ മാറി ഇടാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതിലെ ക്രിസ്റ്റൽസിൻ്റെ ഫേസസ് നോക്കിയാൽ അറിയാം, ഒത്തിരി ഇങ്ങനെ കുഞ്ഞായിട്ട് ക്രിസ്റ്റലിൻ്റെ ഇത് കൊടുത്തേക്കുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഡ്സിന് അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിന് കുറച്ച് റേറ്റ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റഡ് ഇതുപോലെയാണ്, ഗ്രീൻ ആൻഡ് റൂബി കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ചുറ്റിനും കുഞ്ഞായിട്ട് AD സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, കാണാവോ, ഇതാണ് സ്റ്റഡ് വരുന്നത് കേട്ടോ. ഇതിന് നമ്മൾ നോർമലി ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ മോഡലൊക്കെ മാല തന്നെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്, സാരിക്കൊക്കെ നല്ല ഐറ്റം കേട്ടോ. ഇതിൻ്റെ നമ്പർ P399, ഇതിൻ്റെ പ്രൈസ് 980 ആണ്, 980. നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് ഇതാണ്. ഇതൊരു പേളും നമ്മുടെ റോസ് ഗോൾഡ് ഷെയ്ഡൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഇതൊരു സ്പ്രിങ് പോലത്തെ മെറ്റീരിയലാണ്. ഇത് പിടിച്ച് വലിക്കുകയൊന്നും ചെയ്ത്, കാരണം മെറ്റീരിയൽ അങ്ങനെ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. നല്ല രസമാട്ടോ. പേൾ ഇങ്ങനെ ഇടയ്ക്കിടെ വരുന്ന സൈസ് മോഡൽ, വലിയ ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് വെറൈറ്റി ആയിട്ട് നിൽക്കും, നല്ല ഭംഗിയുള്ള ഐറ്റമാണ്. ലൈറ്റ് റോസ് ഗോൾഡ് ആട്ടോ ഷെയ്ഡ്. നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ഏകദേശം ഈ ഒരു ലുക്കിലാണ് വരുന്നത്. നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം, നമുക്ക് വെറൈറ്റി ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ. എനിക്ക് തോന്നുന്നു കയ്യിലൊക്കെ കുറേ പേരുടെങ്കിലും കയ്യിൽ ഇങ്ങനത്തെ മോഡലൊക്കെ ഗോൾഡൊക്കെ കാണും. അപ്പം അങ്ങനെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കോ അല്ലെങ്കിൽ മാറി ഇടാനൊക്കെ ഉള്ളവർക്ക് എന്തായാലും റീസണബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലേ, ഒരു സ്പ്രിങ് പോലത്തെ ഐറ്റമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര വടി പോലെ നിൽക്കത്തൊന്നുമില്ല, അത്യാവശ്യം ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആട്ടോ. പക്ഷെ പിടിച്ച് വലിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം മെറ്റീരിയൽ ഇങ്ങനെ ആ ഒരു സ്പ്രിങ് പോലത്തെ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, പിടിച്ച് വലിച്ചൊന്നും നോക്കരുത് കേട്ടോ. ഇതിങ്ങനെ ഫാൻസി ഐറ്റംസ് അല്ലേ, നമുക്ക് സ്ഥിരം ഇടാൻ വേണ്ടി വരുന്ന അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എപ്പോഴും നമ്മൾ ഫാൻസി ആയിട്ട് നമ്മൾ മാറിയൊക്കെ ഉപയോഗിക്കാൻ വരുന്ന മോഡൽ. പിന്നെ കാണുമ്പോൾ ഗോൾഡിൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന രീതിക്ക് അതിൻ്റെ ഫിനിഷിങ്ങിനൊക്കെ അനുസരിച്ചാണ്, പിന്നെ ബീഡ്സിൻ്റെ ഒക്കെ ഇതിനനുസരിച്ചാണ് റേറ്റ് കൂടുതലും കുറവും വരുന്നത്. അപ്പം അതിനെ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. സ്വർണ്ണമല്ല, അത് ആദ്യം നമ്മൾ മനസ്സിലൊന്ന് ചിന്തിച്ച് വേണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ചെയിൻ വരുന്നത്. ലൈറ്റ് റോസ് ഗോൾഡ് ആണ്, നോർമൽ ഗോൾഡ് അല്ല. റോസ് ഗോൾഡ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയും നല്ല ഭംഗിയുള്ള ഐറ്റം. നമുക്ക് ഇട്ട് കാണാനും അടിപൊളിയാട്ടോ. ഞാൻ ഇത് ശരിക്കും എല്ലാം ഇട്ട് കാണിക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കാതെ. ഇത് ഭയങ്കര ഭംഗി ഇത് ഇടാനായിട്ട്. ഇങ്ങനെ ബീഡ്സ് ഇങ്ങനെ ഇടയ്ക്കൂടെ വരുന്ന പാറ്റേൺ, അത് കുഞ്ഞു ബീഡ്സും വലിയ ബീഡ്സും ഒക്കെ നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ നമ്പർ P937. അപ്പോൾ ഇതിന് പ്രൈസ് 650 മാത്രമേ ഉള്ളൂ, 650.